ഇതെല്ലാം തന്നത്? എന്താണ് എല്ലാം അങ്ങനെ ഫ്രീ ആയിട്ട് തരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ തക്കാളിപ്പെട്ടിമേലായിരുന്നു ബോച്ചേട്ടി വെച്ച് വിറ്റത്. തക്കാളിപ്പെട്ടിമേലായിരുന്നു അത്. MCV വന്ന് രവിയുടെ വന്നെടുത്തു. MCVയിൽ വന്ന് അങ്ങനെയാണ് ബോച്ച സാറിലേക്ക് എത്തിയത്. അങ്ങനെയാണ് സാർ എനിക്ക് വീഡിയോ കണ്ട് സാർ എനിക്ക് കട തരുന്നത്. വീഡിയോ കണ്ടിട്ട് ബോച്ച വിളിക്കുകയായിരുന്നല്ലേ? വിളിച്ചിട്ട് എന്താ പറഞ്ഞു? എന്തായിരുന്നു? വിജിനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തക്കാളിപ്പെട്ടിമേൽ ബോച്ചേട്ടി വെച്ച വിജിനിയാണോ. ഒരുപാട് സന്തോഷമായിട്ട് വിജിനി കണ്ടപ്പോൾ വിജിനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വിജിനിക്ക് ഒരു കടയോ പിന്നെ ഒരു വണ്ടിയോ ഞങ്ങൾ തയ്യാറാക്കി തരാം. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കട വന്നു. ഒരുപാട് സന്തോഷം. ആരുമില്ല, എനിക്ക് അമ്മയുള്ളൂ. അച്ഛൻ വെച്ചതാണ്, ഭർത്താവ് ഉപയോഗിച്ചാണ്. ഒരാങ്ങളെ സഹോദരൻ മരണപ്പെട്ടു പോയത്. അത് 1 വർഷം മുമ്പ്. ഞാനും അമ്മയും മോളും ഉള്ളു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇത് കിട്ടിയത് ഒരുപാട് സന്തോഷം. ബോച്ചസാറിന് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. ഈ വണ്ടി എത്ര ചെയ്യാ തന്നിട്ടുള്ളത്? 3 പേർക്കാണ് തന്നത്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനി വാങ്ങേണ്ടി വരും. വേറെ എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞില്ല സാർ. ഇവിടെ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടേക്കില്ലേ ബോച്ച വന്നിട്ടുണ്ടായിരുന്നു? ഈ ഭാഗത്തേക്ക് സാർ ആദ്യം ചേച്ചി ഒരു ഉദാഹരണമായി. എല്ലാവർക്കും ബോച്ചനെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും വിചാരിച്ചിട്ടില്ല സാറിനെ കാണും എന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ ഈ തക്കാളിപ്പെട്ടിമേൽ ഇത് വെച്ചപ്പോൾ എന്നെ കളിയാക്കരും പരിഹസിച്ചവരും ഒക്കെ ഉണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി എന്നോട് പറഞ്ഞു ധൈര്യത്തിൽ വെച്ച് നിന്നോ ഈ, കാരണം മുന്നോട്ടെത്തുമ്പോൾ ബാക്കോട്ട് നോക്കിയാൽ എനിക്ക് അഭിമാനിക്കാൻ പറഞ്ഞു. ഈ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ ധൈര്യത്തിൽ സാറ് എനിക്ക് കട വെച്ചത്. ബോച്ച ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്നതിന് മുമ്പാണല്ലോ അല്ലെ ചേച്ചിക്ക് ഇത് വാഗ്ദാനം ചെയ്തത്? അപ്പൊ അതിനിടയ്ക്ക് ബോച്ച ജയിലിൽ പോയപ്പോൾ ഉണ്ടായ ഒരു ചേച്ചിന്റെ ഒരു അവസ്ഥ ഇതെന്തായിരുന്നു? മാനസികമായി തകർന്നു പോയി. കാരണം വെച്ചാല് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും പറ്റിയെന്ന് പറയുന്നത് നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? തളർന്നു പോയി, ആകെ തകർന്നു പോയി. എന്തോ വിഷമായി പോയി. കാരണം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ദിവസങ്ങളുണ്ട്, കരഞ്ഞ ദിവസമുണ്ട്. ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ലഡു വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സന്തോഷം. കുറച്ചെങ്കിലും ആളുകൾ ഇങ്ങനെ പറയുന്ന പോലെ ബോച്ച ഒരു തെറ്റ് ചെയ്ത് കാണുമോ? ചേച്ചിക്ക് ഇപ്പം ബോച്ചയെ നല്ലപോലെ ഒരു തെറ്റും സാറ് കാരണം വെച്ചാൽ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു സാറല്ല അത്. ഒരു തെറ്റിലേക്ക് സാറിനെ അരക്കുകയോ ചെയ്ത് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല സാറിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ. സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഏകദേശം എത്ര ദിവസം മുന്നാണ് ഇങ്ങനെ ഇത് വാഗ്ദാനം ചെയ്തത്? 8 മാസമായി. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വാക്ക് പാലിച്ചല്ലേ? പിന്നീട് അങ്ങോട്ട് ചേച്ചി കോണ്ടാക്ട് ചെയ്തിട്ടില്ല? എനിക്കിത് തന്നത് ഏഞ്ചൽ ഗ്രൂപ്പാണ്. അവരുടെ ഒരു സഹായത്തോടെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളൊക്കെ തന്നത് ബോച്ചയുടെ ആദ്യമായിട്ട് ബോച്ചയുടെ